ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈദ് ഷോപ്പിങ്ങിൻ്റെ ഒരു വ്ളോഗായിട്ടാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏകദേശം 11 മണിക്കാണ് 11 11:30 12:30 അങ്ങനെ ആ ഒരു ടൈമിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായത്. ഞാനും ഇഫയും അന്ന് പോയത്, സേവി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം ട്രെൻഡ്സിൽ പോകാമെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ ഇറങ്ങുക ചെയ്തത്. ട്രെൻഡ്സിൽ നമ്മൾ ഈ മെയ് ലാസ്റ്റ് ആ ഒരു ടൈം പോയാൽ നല്ല കളക്ഷൻസ് കണ്ടുകൊണ്ട് തന്നെ അവിടെ പോകാമെന്നുള്ളതിൽ അങ്ങനെ ഇറങ്ങുക ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം അവിടെ പോയ സമയത്ത് അങ്ങനെ കളക്ഷൻസ് ഉണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നു ഈദായല്ലോ, നമ്മൾ ശനിയാഴ്ചയാണ് പോകുന്നത്, അതായത് ഇന്നലെയാണ് പോകുന്നത്. അപ്പോൾ നാളെ പെരുന്നാളായല്ലോ. ഞാൻ ഇന്നാണ് സൺഡേ ആണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ എനിക്കിത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ വോയിസ് ഓവർ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ജസ്റ്റ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം എന്താ പറഞ്ഞത്, അതായത് സാറ്റർഡേ പോയിക്കൊണ്ട് തന്നെ ശനിയാഴ്ച പോയിക്കൊണ്ട് തന്നെ നല്ല കളക്ഷൻസിലും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം തിങ്കളാഴ്ച പെരുന്നാളാണല്ലോ. അപ്പം ഞാൻ ഇത് കണക്കായ തിരക്കും ഉണ്ടായിരുന്നു. ട്രെൻഡ്സിലൊന്നാലും തിരക്ക് ഇങ്ങനെയില്ല, ബാക്കിയുള്ളിടത്തിൽ നല്ല തിരക്ക്, കണ്ണൂർ മൊത്തം നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ ഞാനിത് രാവിലെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുക ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഇതുപോലൊരു ടീഷർട്ടും പിന്നെ ഒരു ജീൻസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഫ്രഷായിട്ട് ഒന്ന് റെഡിയാവുക ചെയ്തത്. പിന്നെ അതിന് ശേഷം ഒന്ന് മോയ്സ്ചറൈസറും അങ്ങനെ കാര്യങ്ങളെല്ലാം ഇട്ട് സൺസ്ക്രീന് എന്നിട്ട് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് ഇറങ്ങുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുമ്പിൽ തന്നെ ബസ്സുണ്ട്, പക്ഷേ ആ ബസ് നമുക്ക് കിട്ടാത്തതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, വേറൊരു റൂട്ടാണത്. അപ്പോൾ ആ ഒരു അവിടെ പോയിട്ട് നമ്മൾ നടന്നിട്ട് പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പം അങ്ങനെ നടന്നിട്ട് പോയിട്ട് അവിടുന്ന് ബസ് കയറുക ചെയ്തത്. പിന്നെ അങ്ങനെ നമ്മൾ ബസ് കയറി ട്രെൻഡ്സിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ SN പാർക്ക് അവിടെയാണ് ഇറങ്ങിയിട്ടുണ്ടായത്. എന്നിട്ട് അവിടുന്ന് ട്രെൻഡ്സിൽ പോവുക ചെയ്തത്. നമ്മൾ നല്ല തിരക്കുണ്ടായിന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഏകദേശം എല്ലായിടത്തെയും കളക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോയ സമയത്ത് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ എന്തെല്ലോ ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഒരുപാട് ഷോപ്പിൽ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിന്. ട്രെൻഡ്സിൽ കയറി പിന്നെ അങ്ങനെ ഏകദേശം കണ്ണൂരുള്ളത് ഇങ്ങനെ സെഞ്ച്വറി അങ്ങനത്തെ ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ വെസ്റ്റേൺ വെയേഴ്സിലുള്ള എല്ലാ ഷോപ്പിലും ഏകദേശം കയറിയിട്ടുണ്ട്. വെസ്റ്റേൺ എടുക്കാമെന്ന് ഇപ്രാവശ്യം വിചാരിച്ചത്, അതുകൊണ്ട് അങ്ങനെ ഏകദേശം കുറേ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് മാത്രമല്ല എല്ലാ ഷോപ്പിലും നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തില്ല, അധികം ഷോപ്പൊന്നും എടുത്തിട്ടൊന്നുമില്ല. അതുപോലെ ഞാൻ ഏത് ഡ്രസ്സാണ് എടുത്തത്, ആ ഒരു ഷോപ്പൊന്നും ആയാലും ആ ഡ്രസ്സ് ഏതാണെന്നുള്ളതും വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഒന്ന് ഏതാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റിൽ എന്തായാലും എന്താ എടുത്തത് എന്നുള്ളത് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് നമ്മളിപ്പോൾ ട്രെൻഡ്സിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഈ ഒരു ഷർട്ട് നല്ല രസമുണ്ട്, ഒരു ഓഫ് വൈറ്റ് കളറിൽ ലൈൻസ് ആയിട്ട് വരുന്നൊരു ഷർട്ടാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഇഫിനോട് പറയാം, അത് കാണാൻ കണ്ണൂർ സ്റ്റംസ് കോളേജിലത്തെ യൂണിഫോമിൻ്റെ ആ ഒരു ഇതുണ്ട്, അവിടെ വൈറ്റിൽ ഇതുപോലെ ലൈൻസാണ്. അപ്പം അതുപോലെ ഉണ്ട്, പക്ഷെ അതെനിക്ക് ഇഷ്ടമായി. എന്നാൽ ആ ഒരു ഇതുണ്ടോ എന്നുള്ളൊരു ഡൗട്ട്. പിന്നെ വേറൊരു ഷർട്ട് നോക്കിയിട്ടുണ്ടായിന്. പിന്നെ ഈ ഒരു ഹൂഡി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മെയിൽ പോയ സമയത്ത് ഈ സെയിം ഹൂഡി യെല്ലോവും നേവി ബ്ലൂ എനിക്ക് രണ്ടും നല്ലോണം ഇഷ്ടമായി, പക്ഷെ അത് എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു ഷർട്ട് ഞാൻ പറഞ്ഞത് ഏകദേശം സെയിം തന്നെയാണ്, ഒരു ഓഫ് വൈറ്റ് ആ ഒരു തീം തന്നെയാണ്. എന്നിട്ട് അതിൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഷൈനിങ് ഉള്ളൊരു ഗോൾഡൻ ലൈൻസ് പോലെ. ഫോണിൽ ഇപ്പം ഇങ്ങനെ കാണുന്ന സമയത്ത് രണ്ടും ഏകദേശം സെയിം ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇത് മറ്റേതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു ഷർട്ടായിരുന്നു. പിന്നെ അങ്ങനെ ആ ഷർട്ട് നോക്കി വേറെ ഒരു ലൈൻസിലെ ഷർട്ടെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്ന് എടുത്തിട്ടില്ല. എന്തോ ഷർട്ട് ഇഷ്ടമായി എങ്കിലും എന്തോ ഒരു ഓക്കെ ആവാത്ത പോലെ. അപ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങുക ചെയ്ത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ സുഡിയോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കൊരു ചെരുപ്പ് നോക്കണേന്. അപ്പം അങ്ങനെ സുഡിയോയിൽ പോയിട്ട് അവിടെ നിന്ന് ചെരുപ്പ് നോക്കാമെന്നുള്ളതിൽ പിന്നെ അഥവാ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഡ്രസ്സും അവിടെ തന്നെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. നല്ലതുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാമെന്നുള്ളതിൽ അപ്പം അങ്ങനെ സുഡിയോയിലേക്ക് ഓട്ടോയിൽ നമ്മൾ പോവുക ചെയ്തത്. സ്റ്റുഡിയോയിലെത്തിയാലും തന്നെ ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തിരിച്ചിറങ്ങുന്ന സമയത്ത് നല്ല ബ്ലോക്കും ഇതെല്ലാം ആയിട്ട് തിരിച്ചു പോകാനുള്ള ഓട്ടോ വരെ നമുക്ക് കുറേ നേരം കിട്ടാണ്ടല്ലോ ഉണ്ടായിന്. കുറേ നേരം നിന്ന് പിന്നെ നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ബ്ലോക്ക് ഉണ്ടായിന്. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ചെരുപ്പെല്ലാം നോക്കാം. പിന്നെ ഞാൻ ഹീൽസ് നോക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് ഹീൽസ്. അപ്പം അത് നോക്കി പിന്നെ അതെന്തോ ഒരു ഇതിൽ അതെടുത്തിട്ടില്ല. ഒരു ഹീൽസ് എന്തോ ഒരു നല്ല ഓക്കെയാണ്. പിന്നെ ഇഫറിന് കുറച്ചും കൂടി ഹീൽ ഇത് കുറച്ച് അധികമായിട്ട് തോന്നുന്നുണ്ടോ എന്നൊരിത്. പക്ഷെ നല്ല രസമുണ്ട്, ഞാനിത് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിന്. ആ ഒരു ഹീലിന് എനിക്കൊന്ന് 699 799 അങ്ങനെ റേറ്റ് വരുന്നത്.
ഇനി ഞാൻ നേരത്തെ കാണിച്ചെന്ന ഒരു ചെരുപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിൽ ലാസ്റ്റ് കാണിക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ വേറെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അതിനൊരു ലുലുവിൻ്റെ കുറച്ച് ഇങ്ങോട്ടൊരു ഷോപ്പുണ്ടായി, അവിടെ കയറിയിട്ടുണ്ടായിന്. എനിക്ക് പേര് ഓർമ്മയില്ല. അപ്പോൾ അവിടെ നിന്നും നോക്കിയിട്ട് അങ്ങനെ ഇഷ്ടമായിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇതാക്കാൻ വെച്ചു. ഇപ്പം തന്നെ ഒരു ഏകദേശം 3 മണി അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് സോന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ ചെയ്തത്. അപ്പോൾ സൈവനെ സൈഡിൽ ഇരുത്തിയിട്ടല്ല കഴിക്കുന്നത്. കുറച്ച് സമയം അവൾ അനങ്ങാണ്ട് ഇരുന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓക്ക് നമ്മുടെ പ്ലേറ്റ് വലിക്കാൻ വേണം, അങ്ങനെ കുറേ ഇതുണ്ടായിന്. പിന്നെ അതിന് ശേഷം ഗ്ലോബൽ വില്ലേജിൽ പോയി. അതിന് ശേഷം നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ, അതായത് സോന റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഫാമിലി ഫാഷനിൽ പോയിട്ട് ഡ്രസ്സ് നോക്കി. അവിടുന്ന് ഏകദേശം ഇഷ്ടമായിന്. പിന്നെയും എന്തോ ഒരു ഓക്കെ അല്ലാത്ത പോലെ. കഴിഞ്ഞ പെരുന്നാളിനെ പോലെ തന്നെ ഏകദേശം ആ ഷർട്ട് മോഡൽ ഉണ്ടായത്. അതുകൊണ്ട് വേണ്ടാന്നുള്ളിൽ വേറെ കുറേ ഷോപ്പിൽ അങ്ങോട്ടെല്ലാം പോയി നോക്കി. പിന്നെ അവിടെ നിന്നൊന്നും കിട്ടാതെ പിന്നെ ഫാമിലിയിൽ വന്നിട്ട് എടുക്കുക ചെയ്ത്. ഫാമിലിയിൽ വന്നിട്ട് ഇത് ഇപ്പം കാണിക്കുന്നത് ഇഫൻ്റെ ഡ്രസ്സാണ്. പോക്ക് തട്ടം നോക്കാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു ഷർട്ട് എടുത്ത്, ഓളും ഒരു ഷർട്ട് എടുത്ത്. ഓൾ കുറച്ച് ലെങ്ത്തുള്ള ടൈപ്പ് ഷർട്ട് എടുത്ത്. അപ്പം അങ്ങനെ അവളെ തട്ടം നോക്കാം. അപ്പോൾ തട്ടം നോക്കുമ്പോൾ അവർ കാണിച്ചു തന്നത് ഇങ്ങനെ ഇന്നലെ പോകുമ്പോൾ ഇട്ടിട്ടുള്ള ആ ഒരു സെയിം കളറിലുള്ളത് ഓൾ ആ ഡ്രസ്സിന് നല്ല മാച്ച് ഉണ്ട്. അപ്പോൾ ഏകദേശം അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ വേണ്ട, വേറെ ഏതെങ്കിലും ഒരു കളർ എടുക്കാന്നുള്ളതിൽ വേറെ കുറേ നോക്കുക. പിന്നെ ഇതിന് മാച്ചായി പോകുന്നതെല്ലാം സൈഡിൽ ലേസ് വരുന്ന ടൈപ്പ് തട്ടാം. അപ്പോൾ അങ്ങനെയുള്ള സ്കാർഫ് വേണ്ട, പ്ലെയിൻ സ്കാർഫ്, അതായത് ആ ലേസ് ഇല്ലാത്ത ഷിഫോൺ സ്കാർഫ് നോക്കിയിട്ട് അങ്ങനെ ഒരു കളർ എടുത്തിട്ടുണ്ട് അതിന്. പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലേറ്റായിന്, ഏകദേശം ഒരു 7 മണി അങ്ങനെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തിരിച്ചു പോവുക ചെയ്തത്. തിരിച്ചു പോകുമ്പോൾ ആയാലും രാത്രി ആയിട്ടും കൂടി നല്ല ആളുണ്ട് എല്ലായിടത്തും. കാരണം എന്തായാലും മറ്റന്നാൾ പെരുന്നാളായി, കുറേ ആൾക്കാർ ഇങ്ങനെ വൈകിട്ട് ലാസ്റ്റ് എടുക്കാൻ നിൽക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ ലാസ്റ്റോട്ട് നിൽക്കില്ല. ഓരോ ടൈമിൽ അങ്ങനെ ഇത്ര ലാസ്റ്റോട്ട് ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ മടുത്തിന് ഇപ്രാവശ്യം ഇങ്ങനെ ആവരുത് എന്നുള്ളതിലാണ്. അപ്പോൾ വന്നപാട് പാപ്പ കൊണ്ടുവന്ന് ചോക്കോ ചിപ്സിൻ്റെ ഇതുണ്ടായിന്. അപ്പോൾ അത് ആദ്യം കുറച്ച് അങ്ങനെ ഇങ്ങനെ തിന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് പാലിൽ ഇതാക്കിയിട്ട് തിന്നാന്ന് വിചാരിച്ച് അങ്ങനെ തിന്ന്. പിന്നെ ഇത് കാണിക്കുന്നത് ആ ചോക്കോ ചിപ്സിൻ്റെ തന്നെ ഒരു റൗണ്ട് സോയാബീനെല്ലാം പോലെ ഉണ്ട് കാണാൻ. ആ ഒരു മോഡൽ കണ്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചത്. പിന്നെ ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. അതായത് ഒരു ഷർട്ടും ആ ഒരു ജീൻസും പിന്നെ ഒരു ഒലിവ് ഗ്രീൻ ഒരു കളറാണ്, അതിൻ്റെ ഡാർക്ക് കളർ സ്കാർഫ് എടുത്തിട്ടുണ്ടായത്. പിന്നെ ആ ഒരു ജീൻസിന് ഞാൻ എടുത്ത സൈസ് അവിടുന്ന് തെറ്റാണ്. അവിടുന്ന് അധികം ശ്രദ്ധിക്കാണ്ട് ആ തിരക്ക് കൊണ്ട് എടുത്തിട്ട് വരരുത്. എന്നിട്ട് ഇന്ന് രാവിലെ പോയിട്ട് ആ ഒരു പാൻറ്റ് മാറ്റി ഞാൻ ബ്ലാക്ക് എടുത്തത്. എനിക്ക് ആ പാൻറ്റിൻ്റെ കളർ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേങ്കിൽ ആ സെയിം ഇതിൽ എൻ്റെ സൈസ് ഇല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് പാൻറ്റ് എടുത്തിട്ട് വന്നു. പിന്നെ ഇത് ഞാൻ ജയ്യൂന് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ടെഡി ബിയർ. അത് നല്ല ഒക്കെ അവിടുന്ന് കണ്ടേറിയുള്ള ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പിൽ നിന്ന് കണ്ടേറിയ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതും എടുത്ത്, ഈ ഒരു കണ്ണിൻ്റെ കിട്ടുന്ന സമയത്ത് നല്ലൊരു വൃത്തി ഉണ്ടായിക്കൊണ്ട് അതും എടുത്ത്. പിന്നെ 2 കോംബോ വരുന്നൊരു സെറ്റാണ് എടുത്ത് നോക്ക്. നമ്മൾ ഓരോ ഡ്രസ്സിലെടുത്ത ബേബി സ്റ്റുഡിയോ എന്നാണ്. അത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ബാക്കിൽ വരുന്ന ഒരു ഷോപ്പ്. പറയുണ്ടാവുമായിരിക്കും അധികമാക്കും. അപ്പം അങ്ങനെ അത്. പിന്നെ ഞാൻ സുഡിയോന്ന് എടുത്തത് കാണിച്ചു തരാം. സുഡിയോന്ന് ഫസ്റ്റ് തന്നെ ഞാനൊരു ഹെഡ് ബാൻഡ് പോലത്തെ എടുത്തേ. ഇത് യൂസ് ഉണ്ടാവും, എല്ലാവർക്കും യൂസ് ഉണ്ടാവും. പക്ഷേ എനിക്ക് വലിയ യൂസൊന്നും ഇല്ല. യൂസ് ഇല്ല മീൻസ് ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ട് ആരും സ്കിൻ കെയർ ആയാലും മേക്കപ്പ് ആയാലും അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് കുറേ ആയിട്ടൊരു ആഗ്രഹം. പിന്നെ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു കളറിൽ ഒറ്റ ഒന്നുണ്ടായില്ല. പിന്നെ ലൈറ്റൊരു ബീച്ച് കളറും ഉണ്ടായിന്. പിന്നെ ഡാർക്ക് പിങ്കാണ് ഉണ്ടായി. പിന്നെ എനിക്കാവുന്ന ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായും ചെയ്ത്, അതുകൊണ്ട് അങ്ങനെ എടുത്തിയ. പിന്നെ അവിടെ നിന്നൊരു പെർഫ്യൂം ബോഡി സ്പ്രേ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ആ ഒരു ബോഡി സ്പ്രേയും പിന്നെ ആ ഒരു ചെരുപ്പാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് രാത്രി കുറച്ച് കഴിഞ്ഞേരം ഫുഡ് കഴിക്കുക ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എനിക്ക് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒറ്റ വാശി പുറത്താണ് ഞാൻ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത്രയും. അപ്പോൾ ഇന്ന് സൺഡേ ഫ്രണ്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോള് വന്ന്, അതുവരെ ഞാൻ എഡിറ്റെല്ലാം ചെയ്യും. പിന്നെ ഓക്ക് ഹെന്നയിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ല വൈകി, ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന 6:45. അപ്പം അങ്ങനെ ഞാൻ തിരക്കിട്ടിട്ട് കൊടുക്കുന്നതുകൊണ്ട് എല്ലാം പറഞ്ഞിനോന്നും അറിയില്ല. പിന്നെ ക്ലിയർ ആയിട്ടെല്ലാം പറഞ്ഞോന്നും അറിയില്ല. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, കമൻറ്റ് ചെയ്തിട്ട്. അപ്പം അങ്ങനെ പിന്നെ നമുക്കിനി ഈദ് വ്ളോഗ് ചെയ്യണം എന്നെല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊന്ന് നോക്കിയിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിലും എടുത്തിട്ട് നമുക്ക് വ്ളോഗായിട്ട് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ.
എല്ലാവരും ഒന്നും മറക്കാണ്ട് തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് വ്യൂസിൻ്റെ അത്രയൊന്നും ലൈക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.